എല്ലാവർക്കും നമസ്കാരം. സ്ട്രൈക്ക് ടോക്കറാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ അനുവദിച്ചില്ലെങ്കിൽ വലിയ പ്രത്യാഘാതം അനുഭവിക്കേണ്ടി വരുമെന്ന് കോൺഗ്രസ് സംസ്ഥാന ദേശീയ നേതൃത്വത്തെ വെല്ലുവിളിച്ച് കെ സുധാകരൻ. എംപിമാർ മത്സരിക്കേണ്ടെന്ന നേതൃത്വത്തിൻ്റെ നിലപാടിൽ രോഷാകുലനായ സുധാകരൻ ചർച്ചകൾ ബഹിഷ്കരിച്ച് വ്യാഴാഴ്ച രാത്രി നാട്ടിലേക്ക് മടങ്ങിയിരുന്നു. സുധാകരനെ അനുനയിപ്പിക്കാൻ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് വ്യാഴാഴ്ച ഉച്ചയ്ക്ക് കൂടിക്കാഴ്ച നടത്തിയിരുന്നു. നേതൃത്വത്തിൻ്റെ തീരുമാനവുമായി സഹകരിക്കണമെന്ന് സണ്ണി സുധാകരനോട് ആവശ്യപ്പെട്ടു. ഇത് കേട്ടതോടെ കോപാകുലനായ സുധാകരൻ സണ്ണി ജോസഫിനോട് പൊട്ടിത്തെറിച്ചു. താൻ വിചാരിച്ചാൽ പേരാവൂരിൽ സണ്ണി ജോസഫ് ഉൾപ്പെടെയുള്ളവർ തോൽക്കുമെന്ന് ഭീഷണിപ്പെടുത്തി. കഴിഞ്ഞ തവണ ചില വോട്ടിനാണ് ജയിച്ചു കയറിയതെന്ന കാര്യം മറക്കരുത്. ഇക്കുറി കളി മാറും, സുധാകരൻ പറഞ്ഞു. ഇതിനു പിന്നാലെയാണ് ആരോടും പറയാതെ സുധാകരൻ കണ്ണൂരിലേക്ക് മടങ്ങിയത്. KPCC പ്രസിഡന്റ് സ്ഥാനത്തു നിന്നും തന്നെ കരിവേപ്പില പോലെ എടുത്തുകളഞ്ഞപ്പോൾ നിയമസഭാ സീറ്റ് തരാമെന്ന് ഹൈക്കമാൻഡ് ഉറപ്പ് തന്നിരുന്നതായി സുധാകരൻ അവകാശപ്പെടുന്നു. കണ്ണൂരിൽ സീറ്റ് ഉറപ്പാണെന്നും രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവർ പറഞ്ഞതാണ്. എന്നാൽ കാര്യത്തോട് അടുത്തപ്പോൾ വീണ്ടും കാലുമാറി. ഈ സാഹചര്യത്തിൽ ഒരിക്കൽ കൂടി ക്ഷമിക്കാൻ തന്നെ കിട്ടില്ലെന്ന് സുധാകരൻ വ്യക്തമാക്കി. നേതൃത്വത്തിനെതിരെ കലാപക്കൊടി ഉയർത്താൻ സുധാകരൻ അനുയായികൾക്ക് നിർദ്ദേശം നൽകിയതിന് പിന്നാലെ നേതൃത്വത്തെ വെല്ലുവിളിച്ച് ഫേസ്ബുക്ക് പോസ്റ്റുമിട്ടു. ഇതിനിടയിൽ കണ്ണൂരിൽ സുധാകരൻ പറയുന്ന ആളെ സ്ഥാനാർത്ഥിയാക്കാമെന്ന് നേതൃത്വം വാഗ്ദാനം നൽകിയെങ്കിലും അദ്ദേഹം മെരുങ്ങിയില്ല. സുധാകരൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വരുന്നതിന് മുൻപ് അദ്ദേഹത്തിന് അതൃപ്തി ഒന്നുമില്ലെന്ന് KC വേണുഗോപാലും രമേശ് ചെന്നിത്തലയും പറഞ്ഞെങ്കിലും പോസ്റ്റ് വന്നതിന് ശേഷം നേതാക്കൾ ആരും മാധ്യമങ്ങളോട് പ്രതികരിച്ചില്ല. അതിനിടയിൽ ബെന്നി ബെഹനാനും ഹൈബി ഈഡനും സുധാകരനെ വിമർശിച്ച് രംഗത്തെത്തി. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. കൂടുതൽ വീഡിയോസുകൾക്കായി ഈ ചാനലിലൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ദിസ് ഇസ് സ്ട്രൈക്ക് ടോക്കർ സൈനിങ് ഓഫ്.